ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൈ വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കാതെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് കുഴച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലൊന്ന് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ആദ്യം മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കൊന്ന് കുഴച്ച് എടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മൊത്തത്തിൽ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി മാറിപ്പോകാൻ പാടില്ല. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കര ഒന്ന് മെൽറ്റായി തുടങ്ങി ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ശർക്കര മെൽറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ബാറ്ററും ലൂസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ഫില്ലിംഗ് ഒന്ന് എടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഇലയുടെ ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലൊരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തവി എടുത്ത് നമുക്ക് ഈ ഒരു വാഴയിലയുടെ നടുവിലായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ദോശയൊക്കെ പരത്തി എടുക്കുന്ന പോലെ അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് എടുത്ത് ഈ ഒരു മാവിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് വെക്കാത്ത ഭാഗം ഫില്ലിംഗ് വെച്ച ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് മടക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവെല്ലാം തന്നെ വാഴയിലയിൽ ഒഴിച്ച് ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് മടക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഇലയെല്ലാം തന്നെ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 15 മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലയുടെയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്നും കുഴയ്ക്കാതെ തന്നെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇലയുടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.